ഹായ്, ഇത് ഇൻവെൻട്രി ബിസ് EC2 7.2ൻ്റെ ഒരു ക്വിക്ക് ഡെമോ ആണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ഇൻവെൻട്രി ബിസിൽ ലോഗിൻ ചെയ്ത് കയറുമ്പോഴത്തേക്കും ഇങ്ങനൊരു സ്ക്രീനായിരിക്കും നമുക്ക് കിട്ടുക. ഇതിൽ നമുക്ക് ബേസിക് കോൺഫിഗറേഷൻ സെറ്റിങ്സ് എല്ലാം ചെയ്യുന്നത് സെറ്റിങ്സിലാണ്. ഇവിടെ കുറച്ച് മെനൂസ് ഉണ്ട്. സെറ്റിങ്സിലാണ് ഈ കോൺഫിഗറേഷൻ എല്ലാം ചെയ്യുക. മാസ്റ്റേഴ്സിലാണ് നമ്മൾ ഐറ്റം ക്രിയേഷൻ, സപ്ലയർ ക്രിയേഷൻ, കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഈ മാസ്റ്റേഴ്സിലാണ്. ട്രാൻസാക്ഷൻ്റെ അകത്താണ് സെയില്, കൊട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അനാലിസിസിൽ കുറച്ച് സ്റ്റോക്ക് ഹിസ്റ്ററി, അനാലിസിസ് റിപ്പോർട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരും. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ മെനു ഉണ്ട്. ഇതിലാണ് നമ്മുടെ അഡ്വാൻസ് ബാലൻസ് ഷീറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നത്. ഈ റിപ്പോർട്ട്സിലാണ് നമുക്ക് അതായത് സ്റ്റോക്ക് റിപ്പോർട്ട്, സെയിൽസ് റിപ്പോർട്ട്, പർച്ചേസ് റിപ്പോർട്ട് എല്ലാ റിപ്പോർട്ട്സുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. യൂസർ അഡ്മിൻ എന്നുള്ള ആ ഒരു മെനുവിലായിരിക്കും നമ്മുടെ ഈ ന്യൂ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നതും യൂസർ പെർമിഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും ആക്ടിവിറ്റി മോണിറ്റർ, ഓരോ യൂസർ ഇങ്ങനെ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്ന ഇതിലായിരിക്കും. ടൂൾസിൽ കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ബാക്കപ്പ് ഡാറ്റാബേസ്, റീസ്റ്റോർ ഡാറ്റാബേസ്, ബാർകോഡ് മാനേജർ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ടൂൾസിലാണ് വരുന്നത്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഹെൽപ്പും വിൻഡോസും അത് എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ടൂൾ ബാറും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതിലാണ് നമ്മൾ ബേസിക് കോൺഫിഗറേഷനൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് തരുമ്പോഴത്തേക്കും നമ്മുടെ ഡീലർ തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് തരും. എന്നാലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക, ഈ കമ്പനി പ്രൊഫൈൽ ഇവിടെയാണ് നമ്മൾ ഈ കമ്പനി നെയിം, അതായത് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത് വരുന്ന സ്ക്രീനിൽ എന്ത് നെയിമാണ് ഇത് കാണിക്കേണ്ടത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2021 to 22 ഇങ്ങനെ വേണേൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ലോഗിൻ ചെയ്ത് വരുന്ന സ്ക്രീനിൽ ഈ കമ്പനിയുടെ നെയിം ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ സെറ്റ് ചെയ്ത് കൊടുക്കണം. സ്റ്റാർട്ടിങ് ഫിനാൻഷ്യൽ ഇയർ 1 ഏപ്രിൽ തൊട്ട് 31 മാർച്ച് വരെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കമ്പനിക്ക് GST ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കണം. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ B2B ആണോ B2C ആണോ എന്നൊക്കെ നമ്മുടെ സെയിൽസ് ബില്ലിൽ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ എടുക്കുന്നത്. അപ്പം നമ്മുടെ GST നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക, സ്റ്റേറ്റ് കറക്റ്റായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ജനറലിൻ്റെ അകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ന്യൂ റേറ്റ് ടിക്ക് കൊടുത്തേക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ റേറ്റുകൾ സെയിലിൽ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്ത റേറ്റുകളെല്ലാം ഈ സെയിലിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബാർകോഡ് യൂസ് ചെയ്യാത്ത കമ്പനികളിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ബാർകോഡ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ബാർകോഡിൻ്റെ റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എടുത്തോളും. പിന്നെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ടാക്സ് ഇനേബിൾ ചെയ്യുന്നത്. ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഉള്ള കമ്പനി ആണെങ്കിൽ ടാക്സ് ഇനേബിൾ ചെയ്യാം. പിന്നെ ടാക്സ് ഫോർ ഫ്രീ ഇതാണ് മെയിനായിട്ട് അതിൻ്റെ അകത്തുള്ള ഒരു ഓപ്ഷൻ. പിന്നെ ഫ്ലഡ്സസ് എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ഫ്ലഡ്സസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ കസ്റ്റമറിൻ്റെ നിന്ന് മേടിക്കുമ്പോൾ 100 രൂപയുടെ ഒരു സാധനമാണെങ്കിൽ ഫ്ലഡ്സസ് എക്സ്ട്രാ മേടിക്കണം, 1 രൂപയുടെ മേടിച്ച് 101 മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ല ഇൻക്ലൂസീവായിട്ടാണ് ഫ്ലഡ്സസ് എടുക്കുന്നതെങ്കിൽ അത് വേണ്ട. അതിനുശേഷം നല്ല ഇവിടെ പ്രൈസ് ലിസ്റ്റ് ഉണ്ട്. പ്രൈസ് ലിസ്റ്റ് വേണമെങ്കിൽ മാത്രം ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ലിസ്റ്റ് ഇപ്പോൾ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നവരാണെങ്കിൽ പ്രൈസ് ലിസ്റ്റ് ഇനേബിൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സെയിൽ വിൻഡോയ്ക്കകത്ത് ഓരോ പ്രൈസ് ലിസ്റ്റ് മാറ്റിയിട്ട് ബില്ല് ചെയ്യാൻ പറ്റും. ഹോൾസെയിൽ കസ്റ്റമറിന് ഡീറ്റെയിൽ 2 റേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പ്രൈസ് ലിസ്റ്റ് നമ്മൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ലിസ്റ്റ് അപ്ഡേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കിട്ടും. അതുവഴിയാണ് ചെയ്യുന്നത്. അത് കാണിച്ചു തരാം. പിന്നീടുള്ളത് ഇവിടെ ഉള്ളത് സെയിൽസിൻ്റെ സെറ്റിങ്സ് ആണ്. സെയിൽസിൽ എഡിറ്റ് സെയിൽ റേറ്റ്, അതായത് നമ്മൾ സെയിൽസിൻ്റെ അകത്ത് സെയിൽ വിൻഡോയ്ക്കകത്ത് ഈ സെയിൽ വിൻഡോ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ റേറ്റ് ഇവിടെ ഈ റേറ്റ് എഡിറ്റ് ചെയ്യണമെങ്കിലാണ് ആ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ FIFO റേറ്റ്, ഫസ്റ്റ് തൊട്ട് റേറ്റ് വേണമെങ്കിൽ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഷോ കസ്റ്റമർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽസിൻ്റെ അകത്ത് ഒരു കസ്റ്റമറിനെ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഈ താഴെ നമുക്ക് ഈ റേറ്റുകൾ വരും. ഇവിടെ ഒരു ടാബിൻ്റെ അകത്ത് താഴെ റേറ്റുകൾ ഇങ്ങനെ കാണിക്കും. ഇവിടെ ആ കസ്റ്റമറിന് ഈ സാധനം നമ്മൾ നേരത്തെ ഏതൊക്കെ പ്രൈസിനാണ് ബില്ല് ചെയ്തിട്ടുള്ളതെന്നെല്ലാം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. പിന്നെ ഈ ഓർഡർ ആൻഡ് ഡിസ്പാച്ച് ഡീറ്റെയിൽസ് നമ്മുടെ പ്രിൻറ്റിൽ ആഡ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറിക്ക് ആണെങ്കിൽ നമുക്ക് അത് കൊടുക്കാം. ഫ്രീ ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കണമെങ്കിൽ ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ക്വാണ്ടിറ്റി വരും. ഫ്രീ ക്വാണ്ടിറ്റി എന്നൊരു കോളം സെയിലിൻ്റെ അകത്ത് സെയിൽ വൗച്ചറിൽ വരും. അടുത്തത് വൗച്ചർ ടൈപ്പാണുള്ളത്. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ വൗച്ചറാണ് നമുക്ക് പെറ്റി സെയിലും കൂടി ഇപ്പോൾ തന്നെ ഇവിടെ ട്രാൻസാക്ഷൻ്റെ അകത്ത് പെറ്റി സെയിൽ എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ പെറ്റി സെയിലൂടെ വേണമെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഓപ്ഷൻ അവിടെ വരും. ഇപ്പോൾ അപ്ലൈ കൊടുത്തു, ഇപ്പോൾ പെറ്റി സെയിൽ വന്നു കണ്ടോ. അതുപോലെ നമുക്ക് ആവശ്യമുള്ള ലോക്കൽ പർച്ചേസ് വേണമെങ്കിൽ ലോക്കൽ പർച്ചേസ് ആഡ് ചെയ്യാം. ഓർഡർ പ്രോസസ്സിങ് അങ്ങനെ വേണ്ടുന്ന സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വിൻഡോ വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അങ്ങനെ വിൻഡോസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ടാണ് ഈ ഓപ്ഷൻ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ സെയിൽ നമ്പർ, സെയിൽസ് ഇൻവോയ്സിൻ്റെ നമ്പറിന് ഇവിടെ എന്തെങ്കിലും പ്രിഫിക്സ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം.
പെറ്റി സെയിലിനും അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ സെയിൽ വിൻഡോ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് വണ്ണിലാണ് ഒന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്ത് വരണമെങ്കിൽ പ്രിവിയസ് വരണമെങ്കിലാണ് അത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അതുകൂടെ വരും. അതിനുശേഷം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കാനുള്ള പോസ്റ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ അടുത്തത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് വല്ലതും ഇനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഇനേബിൾ ചെയ്യാം. കറൻസിയുടെ ഡെസിമൽ നമുക്ക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിവിടെ റുപ്പീസ് ആണെങ്കിൽ റുപ്പീസ്, വേറെ ഏതെങ്കിലും ദറംസോ അങ്ങനെ വല്ലതാണെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രിൻറ്റിലൊക്കെ ഇതായിരിക്കും വരുന്നത്. മിഡിൽ ഈസ്റ്റ് കറൻസി ഫോർമാറ്റ് വേണമെങ്കിൽ അതും കൊടുക്കാം. അതിനുശേഷം റിപ്പോർട്ട്സിൻ്റെ മാർജിൻ സെറ്റിങ്സ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ അഡ്വാൻസ്ഡിൻ്റെ അകത്താണ് നമ്മൾ ബാർകോഡ് വേണമെങ്കിൽ നമ്മൾ ഇനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. ബാർകോഡ് ഇനേബിൾ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുത്തതിന് ശേഷം തന്നെ ഇവിടെ യൂസ് ആസ് ബാർകോഡ് എന്ന് പറഞ്ഞാൽ താഴെ ഒരു ഓപ്ഷൻ. ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് ചെയ്യാൻ വേണ്ടി സ്കാനർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് ടിക്ക് ചെയ്ത് കൊടുക്കും. ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ സെയിൽസിൻ്റെ അകത്ത് ഈ ബാച്ച് കോഡ് എന്ന് പറഞ്ഞ ഫീൽഡായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഐറ്റം എല്ലാം ലോഡായി വരും. ഇപ്പം നമ്മൾ മാനുവൽ സെലക്ഷൻ മോഡാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഇതിവിടെ നമ്മൾ ഇത് യൂസേഴ്സ് ബാച്ച് കോഡ് കൊടുത്ത് അപ്ലൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ ഓപ്ഷൻ തിരിഞ്ഞ് ബാർകോഡ് ആദ്യം വരും. ആദ്യം വരുമ്പോഴത്തേക്കും നമുക്കത് സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ ഐറ്റം ക്ലാസിഫിക്കേഷൻ, സർവീസ് ഐറ്റം നമുക്ക് എൻ്റർ ചെയ്യണം, സർവീസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റം എൻ്റർ ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക. ഐറ്റം ക്ലാസിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഐറ്റം മാസ്റ്ററിൽ ഐറ്റം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം ക്ലാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. കണ്ടോ, ഇപ്പോൾ നമുക്കൊരു ലേബർ ചാർജ് ആഡ് ചെയ്യണം. ലേബർ ചാർജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലേബർ അല്ലെ സർവീസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സർവീസായിട്ട് ആ ഐറ്റം ക്രിയേറ്റ് ആവും. അപ്പോൾ ഈ സർവീസ് ഐറ്റത്തിന് പ്രത്യേകം നമുക്ക് സ്റ്റോക്ക് വേണ്ട. സ്റ്റോക്ക് ഇല്ലാതെ തന്നെ നമുക്ക് സെയിൽ അടിക്കാൻ പറ്റും. സർവീസ് ഐറ്റം മീൻസ് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് സർവീസ് ഐറ്റമായിട്ട് യൂസ് ചെയ്യാം. സ്റ്റിച്ചിങ് ചാർജ്, കൊറിയർ അല്ല അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സർവീസ് ചെയ്യുന്നതിൻ്റെ ഇതാണെങ്കിൽ അങ്ങനെ നമുക്ക് അതെല്ലാം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഇതൊക്കെ ബേസിക് കോൺഫിഗറേഷൻ ആണ്. ഇത് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ ഡീലർ അതെല്ലാം സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുശേഷം താണ്ട് ഇവിടെ താഴെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഓട്ടോ ബാച്ച് കോഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ താണ്ട് ഈ പ്രോംപ്റ്റ് ഇത് ടിക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോൾ എക്സിറ്റ് ചെയ്താലും അവിടെ ഒരു ബാക്കപ്പിൻ്റെ ഒരു വിൻഡോ പോപ്പപ്പ് ചെയ്യും. അത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കപ്പ് ആവുകയും ചെയ്യും. അത് കൂടാതെ തന്നെ നമുക്കൊരു 4 പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡെയിലി ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഒരു ബാക്കപ്പ് ഈ പാത്തിലേക്ക് പോകും. അതിനുശേഷം അപ്ലൈ ഓക്കെ കൊടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ ബേസിക് കോൺഫിഗറേഷൻ വരുന്നത്. ഈ ബേസിക് കോൺഫിഗറേഷൻ നമ്മുടെ ഡീലറാണ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ടൈം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതെല്ലാം കോൺഫിഗർ ചെയ്ത് തരും. അതിനെപ്പറ്റി ഒരു കസ്റ്റമർ നോക്കേണ്ട ആവശ്യമില്ല. ഡീലർ വേണ്ടുന്ന ഓപ്ഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് തരും. ഇനി കസ്റ്റമറിൻ്റെ പാർട്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഐറ്റം ക്രിയേഷൻ, നമ്മുടെ സപ്ലയറെ ക്രിയേഷൻ, കസ്റ്റമർ ക്രിയേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു കസ്റ്റമർ ചെയ്യേണ്ടി വരിക. HSM കോഡ് ക്രിയേഷൻ അതൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഇപ്പം മാസ്റ്റേഴ്സിലാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ നിന്നുകൊണ്ട് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഐറ്റം മാത്രമേ ഇത് ഒരു വിൻഡോയെ വരത്തുള്ളൂ. ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഏതൊക്കെ ഐറ്റം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളതൊന്നും ഇവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. ഈ എഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഇരിപ്പുണ്ട്. അതല്ലെങ്കിൽ അനാലിസിസിൻ്റെ അകത്ത് എഡിറ്റ് വിൻഡോ, ഇത് രണ്ടും ഒരേ വിൻഡോ തന്നെയാണ് ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എഡിറ്റ് കൊടുക്കും. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ വിൻഡോയുടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മാസ്റ്റേഴ്സ്. ഇതേ മെനു തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അതെ, ഐറ്റം, സപ്ലയർ, ലെഡ്ജർ, കസ്റ്റമർ, HSM കോഡ് അത് തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. HSM കോഡ് അതുപോലെ ട്രാൻസാക്ഷൻ്റെ അണ്ടറിൽ സെയിൽ, കൊട്ടേഷൻ അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ മെനുവും അതുപോലെ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ലിസ്റ്റ് ആവും. കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു ഐറ്റം നമുക്ക് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ HSM കോഡ് ഇപ്പോൾ നമുക്ക് ടാക്സ് ഉണ്ടെങ്കിൽ HSM കോഡ് ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ടാക്സ് ഉണ്ടെങ്കിൽ HSM കോഡ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു HSM കോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ HSM കോഡ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ന്യൂ പ്രസ് ചെയ്യാം. അതിനുശേഷം ഞാൻ 221133 എന്നൊരു HSM കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ഗുഡ്സ് ആണോ സർവീസ് ആണോ HSM കോഡ്, എൻ്റെ ഗുഡ്സ് ആണ്. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കുക. ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മതി. ഡിസ്ക്രിപ്ഷൻ നൈറ്റി എന്നോ അങ്ങനെ എന്ത്. ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ ഇവിടെ ഞാൻ വെറുതെ നൈറ്റി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്.
എന്നിട്ട് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മളിവിടെ കൊടുക്കുന്നു. എത്രയാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് എന്നുള്ളത് നമ്മളിവിടെ 12 കൊടുത്തിട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇവിടെ സ്പ്ലിറ്റായി വരും. 6 സ്പ്ലിറ്റായി വരും. ഇവിടെ ഫ്ലഡ്സസ് 1 കൊടുക്കുക. കാര്യം കേരളയാണെങ്കിൽ ഫ്ലഡ്സസ് 1 ആണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അപ്പോൾ ഈ 1 കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. ഇതിപ്പം ടാക്സ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളിത് ചെയ്താൽ മതി. ടാക്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ HSM കോഡ് ക്രിയേഷൻ വേണ്ട. എന്നിട്ട് ഇവിടെ റിഫ്രഷ് ചെയ്താൽ ഇവിടെ HSM കോഡായി. ഇനി നമുക്ക് ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വെറുതെ നൈറ്റി എന്ന് പറഞ്ഞാൽ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ നൈറ്റി എന്ന് പറഞ്ഞ കാറ്റഗറി എന്തായാലും ഉണ്ടാവും. എന്നിട്ട് അതാണ് ഞാൻ സേവ് ചെയ്യുന്നത്. ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. ന്യൂ പ്രസ് ചെയ്യുക. ഐറ്റം സെലക്ട് ചെയ്തിട്ട് മുകളിൽ ന്യൂ ബട്ടൺ പ്രസ് ചെയ്തു. ഞാൻ ഇവിടെ നൈറ്റി വികാസ് എന്ന് പറഞ്ഞ് കൊടുത്തു. വികാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നൈറ്റിയാണ്. അതിനുശേഷം ഞാൻ കാറ്റഗറി ഇവിടെ നൈറ്റി സെലക്ട് ചെയ്തു. ഈ കാറ്റഗറിയൊക്കെ വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇതൊക്കെ ഓപ്ഷണലാണ്. മാനുഫാക്ചർ ഇവിടെ ഉണ്ടെങ്കിൽ കൊടുക്കാം, വേണമെന്നില്ല. പിന്നെ ഡിസ്ക്രിപ്ഷൻ HSM കോഡിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് HSM കോഡ് ഉണ്ട്. ടാക്സ് ഉണ്ടെങ്കിൽ മാത്രം ഇത് കൊടുത്താൽ മതി. ടാക്സ് ഇല്ലെങ്കിൽ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ടാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കൊടുത്ത HSM കോഡ് ക്രിയേറ്റ് ചെയ്ത HSM കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ ലിസ്റ്റ് ചെയ്യും. ടാക്സ് ഇല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതിനുശേഷം ഇവിടെ സ്റ്റോക്ക് ആയിട്ട് ഒന്നും ചെയ്യേണ്ട. പിന്നെ നമ്മളിവിടെ സേവ് കൊടുത്താൽ മാത്രം മതി. ഇവിടെ നമുക്ക് ചോദിക്കും റേറ്റ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആണോ സെയിൽസിൽ എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുമ്പം എക്സ്ട്രാ അവരുടെ നിന്ന് ടാക്സ് ഇവിടെ കളക്ട് ചെയ്യണം. അത് 100 രൂപയ്ക്ക് ഉള്ളിലാണെങ്കിൽ, ടാക്സ് ഉള്ളവരാണെങ്കിൽ മാത്രം ഈ സെറ്റിങ്സ് ഒക്കെ നോക്കിയാൽ മതി. അപ്പം 100 രൂപയ്ക്ക് ഉള്ളിൽ തന്നെ ആയിരിക്കും എല്ലാവർക്കും ടാക്സ്. അപ്പോൾ അത് സെയിൽസിൽ ഇൻക്ലൂസീവായിട്ടും പർച്ചേസിൽ നമ്മൾ എക്സ്ക്ലൂസീവായിട്ടായിരിക്കും മേടിക്കുന്നത്. അതായത് നമ്മൾ ചിലപ്പം മേടിക്കുന്നത് 60 രൂപ പ്ലസ് ടാക്സിലായിരിക്കും ഒരു സാധനം മേടിക്കുന്നത്. പക്ഷെ നമ്മൾ വിൽക്കുമ്പോൾ 100 രൂപ എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. 100 രൂപയ്ക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും ടാക്സ്. അത് മിക്കവാറും ഷോപ്പിലെല്ലാം റീറ്റെയിൽ ഷോപ്പിലെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ സെറ്റിങ്സിൽ നമ്മളൊന്നും ചേഞ്ച് വരുത്തണ്ട, സേവ് ചെയ്താൽ മാത്രം മതി. ഇപ്പം നോക്കുമ്പോഴത്തേക്കും ഒരു ഐറ്റം നമ്മളിവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ ഐറ്റം ക്രിയേഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞില്ല, ഒന്നും ചെയ്യാനില്ല. നേരെ ഒരു ഐറ്റത്തിന് വിൻഡോ എടുക്കുക. ഇവിടെ ഐറ്റം നെയിം കൊടുക്കുക. കാറ്റഗറി വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ മതി. മാനുഫാക്ചർ വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ മതി. HSM കോഡ് ടാക്സ് ഉണ്ടെങ്കിൽ മാത്രം HSM കോഡിനെ പറ്റി നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സേവ് കൊടുക്കുക. ഐറ്റം ക്രിയേഷനായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതുപോലെ തന്നെ നമുക്ക് കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ പ്രസ് ചെയ്ത് കസ്റ്റമറിന് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അപ്പോൾ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം GST നമ്പർ കസ്റ്റമറിനുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ആ കസ്റ്റമറിൻ്റെ സ്റ്റേറ്റും കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ടാക്സ് ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് അത് BTB ആണോ BTC ആണോ IGST ടാക്സ് ആണോ എന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെലക്ട് ആക്കിക്കോളും. ടാക്സ് ഇല്ലാത്തവർ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റേറ്റ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, സേവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ സെയിം വിൻഡോ ആണ് സപ്ലയറും. നമ്മൾ സപ്ലയറിനെ നോക്കാൻ വേണ്ടിയിട്ട് സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കൊടുക്കുക. നമുക്ക് കസ്റ്റമറിന് കൊടുക്കുന്ന അത് തന്നെയാണ് സപ്ലയറിനും വരുന്നത്. ഇനി നമുക്ക് ഒരു പർച്ചേസ് ചെയ്യാം. ആദ്യം പർച്ചേസിൽ പോയിട്ട് നമുക്ക് പർച്ചേസിൽ മെയിനായിട്ടും വരുന്നത് ഫസ്റ്റ് ഇൻവോയ്സ് നമ്പറാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇവിടെ ഇൻറ്റേർണൽ റെഫറൻസ് നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് സപ്ലയർ ഒരു ബില്ല് തരുമല്ലോ, ആ ബില്ലിൻ്റെ അകത്ത് നമ്പർ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്യാം, സ്റ്റോക്ക് ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. 2 ഡേറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് ഡേറ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ വെയർ ഹൗസിലോ ഗോഡൗണിലോ ഒക്കെ സാധനം കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്ന ഡേറ്റാണ് ഈ ചോദിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിപ്പം ഒറ്റ ഷോപ്പേ ഉള്ളെങ്കിലും ഒന്നും വേണ്ട, ഈ 2 ഡേറ്റും സെയിം ആയിട്ട് അങ്ങ് സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിവിടെ ഉള്ളത് മോഡ് ഓഫ് പേയ്മെൻ്റ് ആണ്. ക്രെഡിറ്റ് ആണോ ക്യാഷ് ആണോ? ക്രെഡിറ്റ് ആണെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ സപ്ലൈനെ സെലക്ട് ചെയ്യണം. ക്യാഷ് ആണെങ്കിൽ സപ്ലൈനെ സെലക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇവിടെ ടാക്സ് മോഡാണ്, GST ആണ്. GST ആണെങ്കിൽ നമ്മളിവിടെ GST സെലക്ട് ചെയ്യണം. നമുക്ക് ടാക്സ് ഒന്നും ഇല്ലെങ്കിൽ നണ്ണ് സെലക്ട് ചെയ്താൽ മതി. നമുക്കിവിടെ ഒരു GST ഇട്ടിട്ട് ബില്ല് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ടാക്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നണ്ണ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ സപ്ലൈനെ സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ സപ്ലയർ വിൻഡോയിൽ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു സപ്ലയർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ പ്രസ് ചെയ്താൽ മതിയോ. ന്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയൊരു സപ്ലയറിനെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ സപ്ലയറിനും ഇവിടെ നമുക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക. അതുപോലെ സപ്ലയറിൻ്റെ സ്റ്റേറ്റും കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. സപ്ലയറെ സെലക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ ക്രെഡിറ്റ് ആണെങ്കിൽ മാത്രം ഈ സപ്ലയറിനെ സെലക്ട് ചെയ്താൽ മതി. അതിൽ ക്യാഷ് ഇട്ടിട്ട് നേരെ ഐറ്റം സെലക്ട് ചെയ്ത് ബില്ല് ചെയ്താൽ മതിയാവും. പിന്നെ ഈ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. അതിനുശേഷം നമുക്കിവിടെ ഐറ്റം സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഐറ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു ലെറ്റർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വിൻഡോ വരും. ഇതിൽ നിന്ന് നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരേ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ആ ഐറ്റം നമ്മളിവിടെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ ഒരു ബാച്ച് കോഡ് അസൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ
ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബാച്ച് കോഡ് അസൈൻ ചെയ്യും. അതിനുശേഷം ഇപ്പം ബാർകോഡ് ഇല്ലാത്ത സെറ്റിങ്സ് ആണെങ്കിൽ ഇവിടെ ബാച്ച് കോഡിൻ്റെ ആവശ്യമില്ല. ബാച്ച് കോഡ് ഞാനിപ്പോൾ ഇനേബിൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ബാർകോഡ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ സേവ് ചെയ്ത് പ്രിൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്, എത്ര ക്വാണ്ടിറ്റി ആണോ എൻ്റർ ചെയ്തിരിക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി ബാർകോഡ് സ്റ്റിക്കർ പ്രിൻ്റ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ആവും. അത് കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാർകോഡ് പ്രിൻ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കുറച്ച് സെറ്റിങ്സ് ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സേവ് ചെയ്ത് പ്രിൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത്രയും സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് ഔട്ട് വരികയും ആ പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുത്ത് ആ പ്രോഡക്റ്റിൽ ഒട്ടിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ബാർകോഡ് സ്കാനർ ഉണ്ടെങ്കിൽ സെയിൽ എടുത്ത് വെച്ചിട്ട് സ്കാൻ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഐറ്റം അവിടെ ലോഡാവും. പിന്നെ ഈ പർച്ചേസ് മെറ്റീരിയൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള, നമ്മൾ ആദ്യം ഐറ്റം സെലക്ട് ചെയ്തു, അതിനുശേഷം ക്വാണ്ടിറ്റി കൊടുത്തതിന് ശേഷം തന്നെ ഈ പി റേറ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് അതിൻ്റെ പർച്ചേസ് റേറ്റ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് പി റേറ്റ്. നമ്മളിപ്പോൾ ഒരു 180 റുപ്പീസിൻ്റെ ഒരു സാധനം മേടിക്കണം, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സി റേറ്റ് നമ്മുടെ കോസ്റ്റ് 150 കാണിക്കും. അതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നു കോസ്റ്റ്. അതിനുശേഷം നമ്മുടെ ഈ എസ് റേറ്റ് ഉണ്ടോ, ഇവിടെ നമുക്ക് എസ് റേറ്റ് എത്ര എന്നുള്ളത് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇതാണ് എസ് റേറ്റ്. ഈ എസ് റേറ്റ് നമുക്ക് പെർസെൻറ്റേജിലും വേണേൽ കൊടുക്കാം, പെർസെൻറ്റേജ് കൊടുക്കേണ്ട ഇവിടെ എസ് റേറ്റ് എത്രയാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയോ. അപ്പോൾ നമുക്ക് ഒരു 200 രൂപയ്ക്ക് അത് സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനുശേഷം MRP ഉണ്ടെങ്കിൽ MRP എടുക്കാം, നമുക്കൊരു 300 കൊടുക്കാം MRP. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്കൗണ്ടൊക്കെ നമുക്ക് കിട്ടിയെങ്കിൽ ആ ഡിസ്കൗണ്ട് എല്ലാം നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും, അതനുസരിച്ച് റേറ്റ് കുറയും. ഇപ്പോൾ നമ്മൾ 10 ക്വാണ്ടിറ്റി 180 രൂപ പ്ലസ് ടാക്സിനാണ് മേടിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് 2016 രൂപ ടോട്ടലായിട്ടുണ്ട്. ഇനി നമുക്ക് ടാക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നൺ ഇടുക. അപ്പം ഇത് റീകാൽക്കുലേറ്റ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്, എസ് കൊടുക്കുക. ഇപ്പോൾ അവിടെ 1800 മാത്രമായി കണ്ടോ, 180 × 10 1800. ടാക്സ് ഉള്ള ബില്ലാണെങ്കിൽ നമുക്കിവിടെ GST സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാക്സ് ഇവിടെ ആഡായിട്ട് ഇവിടെ 2016 രൂപയാണ്. നമുക്ക് ടാക്സ് ഇല്ലെങ്കിൽ നണ്ണ് സെലക്ട് ചെയ്താൽ മതിയാവും. നണ്ണ് സെലക്ട് ചെയ്താൽ കിട്ടുന്നാൽ മതി, പിന്നെ എപ്പോഴും ആ സെറ്റിങ്സ് തന്നെ വരത്തുള്ളൂ, പിന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് വരെ ആ സെറ്റിങ്സ് തന്നെ വരും. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യും. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഈ പർച്ചേസിൻ്റെ ഇൻവോയ്സ് ഏത് നമ്പറിൽ തുടങ്ങണമെന്ന് ചോദിക്കുന്നത്. 1 തന്നെയാണ്, ഓക്കെ കൊടുത്താൽ മതി. രണ്ടാമത്തെ ബില്ലോട്ട് ആ മെസ്സേജുകളൊന്നും വരത്തില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ വരിക, ഐറ്റം പർച്ചേസ് ഐറ്റം ഏതൊക്കെ ഐറ്റം ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ആ പി റേറ്റ് പർച്ചേസ് റേറ്റും സെയിൽ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ബാർകോഡൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എല്ലാം ചെയ്തു. ഇപ്പോൾ നമുക്ക് ഇനി സ്റ്റോക്കിൽ കയറിയിട്ടുണ്ട് അത്ര ഐറ്റം. നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കാം. സ്റ്റോക്ക് റിപ്പോർട്ട് ഓൾ വാല്യൂ, ഒരുപാട് സ്റ്റോക്ക് റിപ്പോർട്ടുണ്ട്, ഏത് എടുത്താലും ഒരേ റിസൾട്ട് തന്നെയാണ് വരുന്നത്, പല കോളംസ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു സ്റ്റോക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ല ഇവിടെ നൈറ്റി വികാസ് ബാച്ച് കോഡിലാണ് 10 ക്വാണ്ടിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് വാല്യൂ ആണ് ഈ കാണിക്കുന്നത് 1800 രൂപ സ്റ്റോക്ക് വാല്യൂ. പർച്ചേസ് റേറ്റ് ആണ് 180. അതിൻ്റെ എസ് റേറ്റും കാണിക്കുന്നുണ്ട്, സെയിൽ വാല്യൂയും കാണിക്കുന്നുണ്ട് ഇവിടെ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ റിപ്പോർട്ട്സിൻ്റെ അകത്ത് പർച്ചേസ് റിപ്പോർട്ടുണ്ട്, അതെടുത്ത് നോക്കിയാൽ നമുക്ക് ഈ ഇത് കാണാൻ പറ്റും. സപ്ലയർ ഇതാണ്, സപ്ലയർ കൊടുത്താൽ മാത്രമേ ഈ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നുണ്ട്. ഇനി വിത്ത് ഐറ്റം കാണണമെങ്കിൽ ഡേ ബുക്ക് ഡീറ്റെയിൽ എടുത്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് വിത്ത് ഐറ്റംസ് ഇവിടെ കാണിക്കും. ഇവിടെ കണ്ടോ, ഐറ്റം വികാസാണ്, അത് 1800 10 ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ HSN കോഡ് ഉണ്ടെങ്കിൽ അതും കാണിക്കും, ടാക്സ് അങ്ങനെയുള്ള എല്ലാ ഫീൽഡുകളും കാണിക്കും. ഇനി നമുക്കതെങ്ങനെ സെയിൽ ചെയ്യുന്നത് നോക്കാം. സെയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഇത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ബാർകോഡ് ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്റ്റിക്കറിൻ്റെ അകത്ത് വരുന്ന ബാർകോഡ് ഇത് കണ്ടോ, ഇതാണ് ബാർകോഡ്. ഇത് ഓൾറെഡി നമ്മൾ പ്രിൻറ്റ് വരും. നമുക്ക് ഈ പ്രിൻറ്റ് ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് ഇത്രയും 10 ക്വാണ്ടിറ്റി പ്രിൻറ്റ് വരും. ആ പ്രിൻ്റ് എടുത്ത് അതിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെയിൽ വിൻഡോ എടുക്കുക. സെയിൽ വിൻഡോ എടുത്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈ മെസ്സേജ് ചോദിക്കുന്നത് സ്റ്റാർട്ടിങ് ഇൻവോയ്സ് നമ്പർ ഏത് വേണം എന്നുള്ളതാണ്. അത് 1 ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും, ഒന്നും ചെയ്യേണ്ട. സെക്കൻഡ് ടൈം തൊട്ട് അത് ചോദിക്കത്തില്ല. അതിനുശേഷം ഇവിടെ നമ്മൾ വന്നിട്ട് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. നമുക്കിപ്പോൾ സെയിൽ നിൽക്കുന്ന ആൾ ഈ സെയിൽ വിൻഡോ എടുത്ത് വെക്കുക, ജസ്റ്റ് ഇവിടെ സ്കാൻ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് എമൗണ്ട് 180 രൂപയ്ക്ക് നമ്മൾ മേടിച്ച സാധനമാണ് 200 രൂപ ഇവിടെ വരും. സേവ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻറ്റ് വരും. അതുപോലെ തന്നെ നമുക്ക് ഈ സെയിലിൻ്റെ അകത്ത് 3 ഓപ്ഷൻ ഉണ്ട്, ക്യാഷ്, ക്രെഡിറ്റ്, കാർഡ്. അപ്പോൾ ക്യാഷ് ആണെങ്കിൽ നമ്മളിവിടെ കസ്റ്റമറിനെ സെലക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണെങ്കിൽ മാത്രം, ക്രെഡിറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ മസ്റ്റായിട്ട് ഒരു കസ്റ്റമറിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കസ്റ്റമർ ഇല്ല, പുതിയ കസ്റ്റമറാണ്, ഇവിടെ ന്യൂ പ്രസ് ചെയ്ത് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ അവരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ GST നമ്പർ കസ്റ്റമർ ഉണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് B2B ബില്ലായി മാറും. ടാക്സ് ഉള്ളവരാണെങ്കിൽ, ടാക്സ് ഇല്ലെങ്കിൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ
നമ്മളിവിടെ കണ്ട ഇവിടെ GST ഉണ്ടോ. ഇപ്പം നമുക്ക് ടാക്സ് ഇല്ലെങ്കിൽ നൺ സെലക്ട് ചെയ്താൽ മതിയാവും. GST ഉണ്ടെങ്കിൽ GST സെലക്ട് ചെയ്യാം. ഇപ്പം നൺ ഒരു വട്ടം സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടുത്ത വട്ടം ഇനി അത് ചേഞ്ച് ചെയ്യണം വരെ എത്ര ബില്ലെടുത്താലും അത് നണ്ണായിട്ട് തന്നെ കിടന്നോളൂ. ഇത് ബൈ ഡീഫോൾട്ട് നണ്ണായിട്ട് തന്നെ കിടന്നോളൂ. പിന്നെ നമുക്ക് ഡീഫോൾട്ട് എന്ത് വേണം എന്നുള്ളത് ഈ ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിൻ്റെ അകത്ത് സെയിൽസിൻ്റെ അകത്ത് നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ടാക്സ് മോഡ് ഡീഫോൾട്ടായിട്ട് എന്ത് വേണം നണ്ണിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ഓപ്പൺ ആക്കിയാലും നണ്ണ് തന്നെ വന്നോളൂ, നന്നായിരിക്കും പറ്റും. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്കൗണ്ട് കൊടുക്കാനായിട്ട് പറ്റും. ഐറ്റം ഡിസ്കൗണ്ട് ഇപ്പോൾ നമുക്കൊരു 5% ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 5% കൊടുക്കാം. അപ്പോൾ 5% കുറയും. അതല്ല നമുക്കൊരു എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് എമൗണ്ട് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തന്നെ ഇവിടെ ഒരു പ്രിൻറ്റ് പ്രിവ്യൂ വന്നിട്ട് സേവ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് പല രീതിയിൽ പ്രിൻറ്റ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് A4 സൈസിൻ്റെ പ്രിൻ്റാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് തെർമൽ പ്രിൻറ്റ് ചെറിയ പ്രിൻ്ററായിട്ട് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് വെച്ചാൽ ഡിസൈനിൽ പോയിട്ട് നമുക്ക് ഇതാണ്ട് ഇവിടെ എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കമ്പനി നെയിം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പൊസിഷനൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക, പിടിച്ച് മാറ്റി വെക്കുക. അതുകൊണ്ട് ഇവിടെ റിഫ്രഷ് ബട്ടൺ ഉണ്ട്. ഈ കാണുന്നതാണ് റിഫ്രഷ് ബട്ടൺ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റും. അതിൻ്റെ ഇപ്പുറത്തൊരു സേവ് ബട്ടൺ ഉണ്ട്. അത് സേവ് ചെയ്താൽ അത് സേവ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ച ഒരു ഡിസൈൻ ബാക്കപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ തന്നെ ഇവിടെ എക്സ്പോർട്ട് എന്നൊരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയാലും നമ്മൾ ഇവിടെ സേവ് കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആയിരിക്കും. അതിനെ എപ്പോഴെങ്കിലും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ സേവ് ചെയ്ത ആ ഡേറ്റിലുള്ള സാധനം വരും. അതിനെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻവോയ്സ് ഇവിടെ ലോഡാവും. നമുക്കങ്ങനെ സേവ് ചെയ്ത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടെ സേവ് ചെയ്ത് വെക്കുക. റിവ്യൂ നോക്കുമ്പോൾ അത് കാണിക്കും. നമുക്ക് ഈ കമ്പനി നെയിമിൽ ക്ലിക്ക് ചെയ്യുക, എവിടെയാണെന്ന് വെച്ചാൽ ട്രാക്ക് ചെയ്ത് കൊണ്ട് വെച്ചാൽ മതി. എന്നിട്ട് സേവ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക, സേവ് ചെയ്യുക. റിവ്യൂ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് ജനറൽ അല്ല. ഈ പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് സെറ്റിങ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഫോർമാറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏത് ഫോർമാറ്റ് വേണമെന്നുള്ളത് നമുക്ക് തെർമൽ പ്രിൻ്റർ അല്ലെങ്കിൽ ചെറിയ പ്രിൻ്റർ ഡോട്ട് മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ ഈ റീറ്റെയിൽ ഫാസ്റ്റ്, ഹോൾസെയിൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് നമുക്ക് ഈ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. തെർമൽ പ്രിൻ്ററിനും പിന്നെ നമുക്ക് ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിനും വേണ്ടിയിട്ടുള്ള ഡിസൈനാണ്. അതിങ്ങനെ വരുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്ത് വെക്കാം. ഇത് അതിനുശേഷം നമുക്ക് തന്നെ ഇവിടെ ടെസ്റ്റ് പ്രിൻ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ വരും. ഇനി നമുക്ക് തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഷോ പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തുകൊണ്ടെങ്കിൽ പ്രിവ്യൂ വരും, എന്നിട്ട് ബില്ല് പ്രിൻറ്റ് പോകും. അല്ലെങ്കിൽ സെൻഡ് ടു പ്രിൻ്റർ പ്രസ്സിങ് സേവ് എന്ന് പറഞ്ഞു ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് പ്രിവ്യൂ ഇട്ടിട്ട് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ നമ്മുടെ ഐറ്റം ഇവിടെ ലോഡായിട്ട് വരും. കണ്ടോ, നൈറ്റ് വികാസ്. ഈ കോളംസ് ഒക്കെ നമുക്ക് ഈ പ്രിൻറ്റിൻ്റെ വേണ്ടാത്തതെല്ലാം നമുക്ക് ഒഴിവാക്കി നമ്മുടെ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ച രീതിയിൽ തന്നെ ഡിസൈനിൽ പോയിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കമ്പനി നെയിം ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് ടൈമിന് അവിടെ വരുന്ന ഡീലർ നമുക്കിത് സെറ്റ് ചെയ്ത് തരും. പിന്നെ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവരത് ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുണ്ട്, അവർ വിളിച്ച് കഴിഞ്ഞാലും അവരത് ചെയ്ത് തരും. ഇങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത സെയിലിൻ്റെ ഒരു റിപ്പോർട്ട് കാണണമെങ്കിൽ റിപ്പോർട്ട്സിൽ സെയിൽ റിപ്പോർട്ട് എടുക്കുക. അപ്പോൾ ഡേ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ സെയിലിൻ്റെ കാണിക്കും. ഇന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു. ഒരു 200 രൂപയാണ് നമ്മൾ ഇന്ന് സെയിൽ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ പല ടൈപ്പ് റിപ്പോർട്ടുകളാണ് ഈ കാണുന്നത്. പല ഫോർമാറ്റിൽ HSM കോഡ് സ്പ്ലിറ്റും അങ്ങനെ പല പല ഫോർമാറ്റിലുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ അനാലിസിസ് റിപ്പോർട്ട് ഉണ്ട്. ഒരു അനാലിസിസിനകത്ത് അനാലിസിസ് റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബിൽ വേസ് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണിക്കും. കണ്ടോ, നമുക്ക് ഇന്നിപ്പോൾ കിട്ടിയത് നമ്മളൊരു ബില്ല് ചെയ്ത് 200 രൂപയുടെ ബില്ല് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് 20 രൂപയാണ് പ്രോഫിറ്റ്. കാര്യം നമ്മൾ 180 രൂപയ്ക്ക് മേടിച്ച സാധനമാണ് 200 രൂപയ്ക്ക് സെയിൽ ചെയ്ത് അപ്പോൾ 20 രൂപ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, ബിൽ വേസ് പ്രോഫിറ്റ്. ഇത് കൂടാതെ അക്കൗണ്ട്സിൻ്റെ അത് ട്രയൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതൊക്കെ ഉണ്ട്. ഇത്രയുമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ജേണലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെസിപ്റ്റ്, പേയ്മെൻറ്റ്. ഇപ്പം ഒരു കസ്റ്റമറിന് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ പൈസ കൊണ്ട് തരുമ്പോഴത്തേക്കും നമുക്ക് റെസിപ്റ്റ് അടിക്കാൻ പറ്റും. റെസിപ്റ്റാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആ കസ്റ്റമറിൻ്റെ നെയിം ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക, അയാൾ കൊണ്ടുവന്ന എമൗണ്ട് സെറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലെഡ്ജറിൻ്റെ അകത്ത് പോയി പോസ്റ്റ് ആയിക്കോളും. അത് നമുക്ക് ആ ലെഡ്ജർ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ റിപ്പോർട്ട്സിൻ്റെ അകത്ത് അക്കൗണ്ട്സ് റിപ്പോർട്ട് എടുത്താൽ മതിയാവും. എന്നിട്ട് അതിൻ്റെ ലെഡ്ജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഏത് ലെഡ്ജർ വേണമെങ്കിലും എടുത്ത് നോക്കാം.
ബാങ്ക്, ക്യാഷ്, ഏത് ലെഡ്ജർ വേണമെങ്കിലും കൊടുത്തിട്ട് ഡേറ്റ് ഫ്രം ടു ഡേറ്റ് കൊടുത്തിട്ട് ഷോ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കാണിക്കും പർച്ചേസ് എത്രയാണ്, സെയിൽ എത്രയാണ്, അതെല്ലാം ടോട്ടൽ ഇവിടെ വരും. കസ്റ്റമറിൻ്റെ ഇതുപോലെ എടുക്കാം. കസ്റ്റമറിൻ്റെ പേരുണ്ടെങ്കിൽ കസ്റ്റമർ എന്ന് ആ പേര് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റമറിൻ്റെ എല്ലാം ഇവിടെ എടുക്കാം. അതുകൂടാതെ ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടും, ഔട്ട്സ്റ്റാൻഡിങ് സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഇത് കൂടാതെ പ്രൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പ്രൈസ് ലിസ്റ്റ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിൽ വിൻഡോയ്ക്ക് അത് ഇവിടെ പ്രൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡ്രോപ്പ് ഡൗണോട് വരും. അവിടെ നമുക്ക് ഹോൾസെയിൽ റീറ്റെയിൽ രണ്ടെണ്ണം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ബാർകോഡിൻ്റെ ബാച്ച് കോഡിൻ്റെ ഓപ്ഷനാണ് ഇട്ടേക്കുന്നത് ഈ സെയിലിൽ സ്കാൻ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്കാനർ ഇല്ലെന്നുണ്ടെങ്കിൽ സെലക്ഷൻ ഓപ്ഷൻ വേണമെങ്കിൽ അതും മാറ്റാം. ഇപ്പോൾ അവിടെ നമ്മളിപ്പം ആപ്ലിക്കേഷൻ സെറ്റിങ്സിൽ പോയിട്ട് സെയിലിൽ പോയിട്ട് അഡ്വാൻസിൽ പോകണം. എന്നിട്ട് യൂസ് ആസ് ബാർകോഡ് ഈ ഓപ്ഷൻ മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ ഇത് സെലക്ഷൻ മോഡിലേക്ക് വരും. അതായത് ഇപ്പോൾ ഇവിടെ കോളം ഫസ്റ്റ് ബാച്ച് കോഡാണ്. ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് സെയിൽ എടുക്കുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഐറ്റം നെയിമാണ് ആദ്യം വരുന്നത്, കണ്ടോ. ഈ ഓപ്ഷൻ നമുക്ക് എപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മാനുവൽ സെലക്ഷൻ ആയിട്ടേക്കുന്നത് സ്കാനർ മോഡല്ല. സ്കാനർ മോഡ് ആകുമ്പോഴത്തേക്ക് ബാർകോഡ് ആദ്യം വരും. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ടച്ച് ചെയ്യാത്തതുകൊണ്ട് കൊട്ടേഷൻ നമുക്ക് ഇതിൻ്റെ അടിക്കാം. പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ഇതേപോലെ തന്നെ അത് സെയിൽസിൻ്റെ അതേ വിൻഡോ തന്നെയാണ് വരുന്നത്. ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് പർച്ചേസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു സപ്ലയറിന് പൈസ കൊടുക്കാനുള്ളത്, ആ സപ്ലയറിന് നമ്മൾ പർച്ചേസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ക്രെഡിറ്റ് മോഡിൽ ചെയ്യുമല്ലോ. ക്രെഡിറ്റ് മോഡിൽ ചെയ്യുമ്പോൾ നമ്മളോട് സപ്ലയറിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് ആ സപ്ലയറിന് പൈസ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷനിൽ പോയി പേയ്മെൻറ്റ് അടിക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെ ആ സപ്ലയറിനെ സെലക്ട് ചെയ്ത് ആ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഏത് ലെഡ്ജറിൽ അത് പോസ്റ്റ് ആവുകയും ലെഡ്ജർ എടുത്ത് നോക്കുമ്പോൾ നമുക്കത് കറക്റ്റ് അതിൻ്റെ ബാലൻസ് അറിയാനും പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് ബില്ലിങ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്നും നോക്കേണ്ട, സെയിൽ മാത്രം അടിച്ച് പോയാൽ മതി.